ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ MGOCSM പ്രവർത്തകർ ആവശ്യപ്രകാരം ഓശാന ഞായറാഴ്ചയിലേക്കുള്ള ഒരു സന്ദേശം നൽകുവാൻ ദൈവം എന്നെ അനുവദിച്ചു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. MGOCSM പ്രവർത്തകർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവവും മരണവും ഉയർപ്പും വീണ്ടും അനുഭവവേദ്യമാക്കി തീർക്കുവാനാണ് നമ്മൾ ആരംഭിക്കുന്നത്. 40 ദിവസത്തെ നോമ്പും ഉപവാസവും അനുഗ്രഹകരമായി പൂർത്തിയാക്കി ഇനിയും കഷ്ടാനുഭവാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കഷ്ടാനുഭവാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഓശാന ഞായറാഴ്ചയുടെ സൗന്ദര്യവും ചൈതന്യവും പ്രകാശവും സ്വീകരിച്ചാണ് പീഡാനുഭവ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ യെരുശലേം യാത്രയ്ക്കുള്ള രാജകീയ പ്രവേശനമാണ് ഓശാന ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തു വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് രാജകീയ പ്രവേശനം നടത്തുകയാണ്. ഇത് പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാക്കാനാണ് ഇത് സംഭവിക്കുന്നത്. ഈ രാജകീയ പ്രവേശന യാത്രയിൽ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഭാവം, അതായത് വിനയത്തിൻ്റെയും താഴ്മയുടെയും ഭാവങ്ങളും പ്രതീകങ്ങളുമാണ് നമ്മൾ ദർശിക്കുന്നത്. രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ജനക്കൂട്ടം വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളുടെ കൊമ്പുകൾ ചൊല്ലി മുറിച്ച് വഴിയിൽ നിരത്തി. പച്ചിലക്കൊമ്പുകളും ഈന്തപ്പനയുടെ കൈകളും കൊമ്പുകളും വെട്ടി അവരെ എതിരേറ്റു. രാജാവാണ്, പക്ഷേ കഴുതപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ യാത്ര. ഓശാന ദിവസം കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കുഞ്ഞുങ്ങൾ, പൈതങ്ങൾ, അവർ നിഷ്കളങ്കതയാണ്, നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. കുരുത്തോലയും ഈന്തപ്പനയുടെ കൊമ്പുകളും പച്ചിലകളും പൂക്കളുമെല്ലാം സിംപ്ലിസിറ്റിയുടെ പ്രതീകങ്ങളാണ്. ഓശാന ഞായറാഴ്ച നമ്മുടെ സിംപ്ലിസിറ്റിയുടെ പ്രതീകങ്ങളാണ് നാം കൂടുതൽ ഉപയോഗിക്കുന്നത്. ജീവിതത്തിൻ്റെ ആദിയോടന്തം യേശുക്രിസ്തു നിലനിർത്തിയിരുന്നതും അതേ ഭാവം തന്നെ ആയിരുന്നില്ലേ? വിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ഭാവം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദിയോടന്തം നിലനിർത്തിയിരുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ അവിടെ രേഖപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും എന്തായിരുന്നുവെന്ന് ആ ഒറ്റ വാചകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, സ്വാഭാവിക മരണമല്ല, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിനെയാണ് നാം ധ്യാനിക്കുന്നതും നമിക്കുന്നതും. അതിനപ്പുറം താഴ്മയുടെ ഒരു രേഖയില്ല. ആശ ചൊവ്വാഴ്ച രാത്രി നമസ്കാരത്തിൻ്റെ 2-ാം കോമായിൽ നാം ഇങ്ങനെ പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. 10,000 വായുണ്ടെങ്കിലും കർത്താവേ, നിന്റെ താഴ്മയെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല. എത്ര നാവുണ്ടെങ്കിലും നിന്റെ മഹത്വ സ്വഭാവത്തെ കഷ്ടതയ്ക്കും മരണത്തിനുമായി നീ എത്രത്തോളം താഴ്ത്തി എന്നതിന്
നമുക്ക് വർണ്ണിക്കാവുന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ നോക്കി വണങ്ങി കുമ്പിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ അവൻ എനിക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്നതിനെ നമുക്ക് ധ്യാനിക്കാം. ഹോശാന ഞായറാഴ്ചയുടെ ആഘോഷങ്ങളിലും ആചരണത്തിലും നാം മുഴുകുമ്പോൾ നമ്മുടെ ചിന്തയും ഭാവവും ബോധവും അതിനനുയോജ്യമായിരിക്കട്ടെ. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി സാധാരണ മനുഷ്യരെ പോലെ താഴ്മയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പദവിയും സ്ഥാനവും സാമ്പത്തിക നിലയും സൗന്ദര്യവും കുടുംബമഹിമയും ബന്ധുബലവും രാഷ്ട്രീയ സ്വാധീനവും തുടങ്ങിയവയെക്കുറിച്ചുള്ള ചിന്തയിൽ നാം അഹങ്കരിക്കേണ്ടതില്ല. അതെല്ലാം നിസ്സാരമാണെന്ന് എണ്ണി വിനയവും താഴ്മയും ധരിക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതവും ശുശ്രൂഷകളും താഴ്മയുടെയും വിനയത്തിൻ്റെയും ആയി തീരുവാൻ, ആ ഭാവങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് പ്രവർത്തിക്കാം, പ്രയത്നിക്കാം. എല്ലാവർക്കും ഹോശാന ഞായറാഴ്ചയുടെ